ഇന്നത്തെ വീഡിയോയിൽ സൺ ഡയറക്റ്റിൻ്റെ ഓഫർ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. പല ആളുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗൂഗിൾ പേ വഴി ഒന്നും റീചാർജ് ചെയ്യാൻ സാധിക്കുന്നില്ല, അതെന്താണ് സ്പെഷ്യൽ ഓഫർ എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അത് ലൈവായിട്ടാണ് കാണിക്കുന്നത് എങ്ങനെയാണ് റീചാർജ് ചെയ്യുന്നതെന്ന്. ഇപ്പോൾ സൺ ഡയറക്റ്റിൻ്റെ സൺ ഡയറക്റ്റിൻ്റെ സൈറ്റ്, അതായത് റീറ്റെയിലറുടെ സൈറ്റിലൂടെയാണ് ഇത് റീചാർജ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് സൺ ഡയറക്റ്റിൻ്റെ ഓഫീസുകളും റീചാർജ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനായിട്ട് സൺ ഡയറക്റ്റിൻ്റെ സൈറ്റ് എടുത്തു, അതിൽ ലോഗിൻ ഐ ഡിയും പാസ്വേഡും കൊടുത്തതിന് ശേഷം കസ്റ്റമർ ഐ ഡി എടുക്കുകയാണ്. അപ്പോൾ ഈ ലോഗിൻ ഐ ഡിയും പാസ്വേഡും റീറ്റെയിലർക്ക് മാത്രമാണ് അടിക്കാൻ സാധിക്കുകയുള്ളത്. കസ്റ്റമേഴ്സിനൊന്നും അതിൽ അടിക്കാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ലോഗിൻ ചെയ്തപ്പോൾ അതിൽ കസ്റ്റമറുടെ ഐ ഡി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഐ ഡി കൊടുത്തതിന് ശേഷം ഗോ കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 11 അക്ക സ്മാർട്ട് കാർഡ് നമ്പർ അടിച്ചതിന് ശേഷം ലോഡിൻ ചെയ്യുകയാണ്. ഇപ്പം ഇവിടെ അടിക്കുമ്പോൾ തന്നെ അതിലുള്ള ഓഫറും കാര്യങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് 6 മാസത്തേക്ക് 349 ഓഫർ ഈ സ്മാർട്ട് കാർഡ് നമ്പറിലുണ്ട്. അതുപോലെ തന്നെ 1 ഇയർ പ്ലാനായ 665 ഓഫറും ഈ സ്മാർട്ട് കാർഡ് നമ്പറിലുണ്ട്. അപ്പം ഇവിടെ സ്മാർട്ട് കാർഡ് നമ്പർ അടിക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ഓഫർ എന്തൊക്കെയാണ് എന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 ഓഫറാണ് ഇവർക്ക് ഇപ്പം റീചാർജ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ കാണിക്കുന്നത്, ഇവിടെ എക്സ്പയർഡ് എന്നാണ് കാണിക്കുന്നത്. അതായത് റീചാർജ് ചെയ്തിട്ട് കട്ടായി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ HD ബോക്സാണ്, ബോക്സ് എന്ന് കാണിക്കുന്നുണ്ട്. HD ബോക്സിലാണ് റീചാർജ് ചെയ്യുന്നത് ഈ പാക്കേജ്. ഇനി പാക്കേജ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഗോൾഡിൻ്റെ പാക്കേജാണ് ഇവിടെ കാണിക്കുന്നത്. ഇനിയിപ്പോൾ അവർക്ക് വേണ്ടത് 710 പാക്കേജിലാണ് ഇപ്പോൾ നിലവിലുള്ള പാക്കേജ്, അതായത് എക്സ്പയർഡ് ആയിട്ടാണുള്ളത്. ഇനിയിപ്പോൾ 669 പാക്കേജാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അതിനായിട്ട് അമൗണ്ട് 669 അടിച്ചതിന് ശേഷം ടോപ്പ് അപ്പ് ചെയ്യുകയാണ്. ഇത് റീറ്റെയിലറുടെ അക്കൗണ്ടിലൂടെയാണ് റീചാർജ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ ബാലൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നത്. ഷോപ്പിൽ നിന്ന് റീചാർജ് ചെയ്യുന്നത് എങ്ങനെയാണോ അതേ സെയിം ഐ ഡിയിലൂടെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ ടോപ്പ് അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ടോപ്പ് അപ്പ് 669 സക്സസ്ഫുൾ എന്ന് പറഞ്ഞ് ഇതേ മെസ്സേജാണ് കസ്റ്റമർ മൊബൈൽ ഐ ഡിയിലേക്കും മെസ്സേജ് വരിക, റീചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. ഇനി ഇവിടെ നോക്കുകയാണെങ്കിൽ കസ്റ്റമറുടെ വാലിഡിറ്റി കാണിക്കുന്നുണ്ട്. അതായത് എക്സ്പയർഡ് ഇൻ 365 ഡേയ്സ് എക്സ്പയർ, അതായത് 11 മെയ്യിലാണ്, 11 മെയ് 2025 ഇനി എക്സ്പയർഡ് ആവുക. അതായത് ഒരു വർഷം പാക്കേജിന് വാലിഡിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ റീചാർജ് സക്സസ് ആയിട്ടുണ്ട്. ചില സമയത്തെല്ലാം സൈറ്റിൽ എന്തെങ്കിലും ഇഷ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ കുറേ നേരം ലോഡിംഗ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ പെട്ടെന്ന് തന്നെ റീചാർജ് ആയിട്ടുണ്ട്. ഇനി പേയ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സക്സസ്ഫുൾ 660 സക്സസ്ഫുള്ളായി പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ KL 13+ മലയാളം NCF+ സൺ TV സണ്ണിൻ്റെ പാക്കേജ് എന്നീ പാക്കേജാണുള്ളത്. അതായത് സ്പെഷ്യൽ ഓഫർ ഉണ്ടായിരുന്ന ആ ഓഫറിൻ്റെ പാക്കേജാണ് ഇവിടെ പറയുന്നത്. ഇപ്പം ഈ പാക്കേജ് ആക്റ്റീവ് ആയിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് മുന്നേ വീഡിയോയിൽ ഇട്ടിരുന്നു റീചാർജ് ചെയ്യുന്നതിൻ്റെ ഓഫറും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ആ ഓഫറിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ റീചാർജ് ചെയ്ത് കൊടുത്തു. ഇനി പിക്ചർ വന്നില്ല എന്നുണ്ടെങ്കിൽ ട്രബിൾ ഷൂട്ട് എടുത്തതിന് ശേഷം കസ്റ്റമർക്ക് അവിടെ പിക്ചർ TV-യിൽ വന്നില്ല എന്നുണ്ടെങ്കിൽ റീഫ്രഷ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനായിട്ട് അവിടെ സ്മാർട്ട് കാർഡ് നമ്പർ അടിച്ചിട്ട് വി ഓൾ ചാനലിന് ഓക്കെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു 60 സെക്കൻഡാണ് അവിടെ ടൈം കാണിക്കുന്നത്. ഈ 60 സെക്കൻഡിനുള്ളിൽ അവിടെ പിക്ചർ വന്നിരിക്കും. അല്ലാത്ത പക്ഷം വീണ്ടും അത് റീഫ്രഷ് കൊടുക്കേണ്ടതാണ്. അപ്പം റീചാർജ് ചെയ്യുന്ന സമയത്ത് തന്നെ TV ഓൺ ആക്കി ഇടുക, അല്ലാത്ത പക്ഷം പിക്ചർ വരാൻ വളരെ ലേറ്റ് ആകുന്നതാണ്. അപ്പോൾ ഇതാണ് കസ്റ്റമർ ഗ്രൂപ്പിൽ കസ്റ്റമർ മെസ്സേജ് അയച്ചതായും റീചാർജ് ചെയ്യാൻ വേണ്ടി ക്യാഷ് ഗൂഗിൾ പേ വഴി ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവർക്ക് റീചാർജ് ചെയ്യണമെന്ന് പറഞ്ഞ് ഞായറാഴ്ച അതുകൊണ്ട് ഷോപ്പൊന്നും തുറന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് റീചാർജ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ തന്നെ TV ഓപ്പൺ ആക്കി വെക്കാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് പെട്ടെന്ന് വന്ന് TV ചാനലായിട്ടുണ്ട്, താങ്ക് യു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനും കാര്യങ്ങൾക്കും ഡൗട്ട് ഉണ്ടെങ്കിൽ വാട്സപ്പ് വഴി മെസ്സേജ് അയച്ചാൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ അവിടെ റീഫ്രഷ് കൊടുക്കുന്നതിന് മുന്നേ തന്നെ അവിടെ പിക്ചർ വന്നിട്ടുണ്ട്. പിന്നെ ഈ റീഫ്രഷിൻ്റെ ആവശ്യമില്ല, എന്നാലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പല ആളുകളും ചോദിച്ചിട്ടുണ്ട് ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സ്പെഷ്യൽ ഓഫറുകളൊന്നും റീചാർജ് ആകാത്തത്, ആ എമൗണ്ട് അടിക്കുമ്പോൾ അതിൽ വരുന്നില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, അതായത് ആ എമൗണ്ട് ഒന്നും റീചാർജ് ആകുന്നതല്ല. സ്പെഷ്യൽ ഓഫർ ഒന്നെങ്കിൽ സൺ ഡയറക്റ്റിൻ്റെ ഓഫീസിൽ പോയിട്ട് റീചാർജ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ അടുത്തുള്ള സൺ ഡയറക്റ്റിൻ്റെ ഷോപ്പുകളിലോ പോയിട്ട് റീചാർജ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഓഫർ ലഭിക്കുന്നതല്ല.
ഗൂഗിൾ പേ വഴി ചെയ്യുന്നവർക്ക് പല ആളുകളും പ്ലാനുകളും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് പ്ലാന് മാറ്റാനായിട്ട് ഇപ്പോഴും മെസ്സേജും കാര്യങ്ങളും വരുന്നുണ്ട്. റീചാർജ് ചെയ്തു, സൂര്യ കിട്ടുന്നില്ല, ഏഷ്യാനെറ്റ് കിട്ടുന്നില്ല, അതുപോലെ തന്നെ പല ചാനലുകളും കിട്ടുന്നില്ല. തമിഴ് ചാനലാണ് അധികം വരുന്നത്. മറ്റു ചാനലുകളെല്ലാം 6 കോളത്തിലുള്ള കട്ടായി കിടക്കുന്നതാണ് കാണിക്കുന്നത് എന്താണെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ കാണിക്കുന്ന പ്ലാനും കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതും അധിക ആളുകളുടേതും അതും റെഡിയാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ റീചാർജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കറക്റ്റായിട്ടുള്ള എമൗണ്ട് മാത്രം റീചാർജ് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് പോലെ മലയാളം പാക്കേജിൻ്റെ എമൗണ്ട് നോക്കിയിട്ട് അത് കറക്റ്റായിട്ട് എമൗണ്ട് ചെയ്യുക. 229, 283, 323 എന്നീ പാക്കേജുകളാണ് ഗൂഗിൾ പേ വഴി ചെയ്യുന്നവർ ചെയ്യേണ്ട എമൗണ്ടുകൾ. സ്പെഷ്യൽ ഓഫറുകളൊന്നും ഗൂഗിൾ പേ വഴി റീചാർജ് ചെയ്യാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. സ്പെഷ്യൽ ഓഫർ എങ്ങനെ റീചാർജ് ചെയ്യുക എന്ന് ചോദിച്ചിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ഇട്ടിരിക്കുന്നത്. ഇനി ഡൗട്ടും കാര്യങ്ങളും ഉള്ളവർക്ക് വാട്സപ്പുമായി മെസ്സേജ് അയക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ വാട്സപ്പ് നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ ദ വാച്ചിങ് വീഡിയോ.